എന്നെ ഒന്നും കിട്ടണല്ലോ, വായ തുറന്ന് മൊഴിയണില്ല. മൊബൈൽ എടുക്കാണ്ടാവുമ്പോഴാണ് അവൻ വർത്താനം പറയുള്ളൂ. മൊബൈൽ എടുത്ത പിന്നെ അവന്റെ വായിൽ കൊഴുക്കിട്ട ആന വായിൽ അമ്പഴം. നമ്മളിപ്പോ പോണത് വിലങ്ങുന്നിലേക്കല്ലേ? വിലങ്ങുന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോണല്ലേ? വിലങ്ങുന്നിലൊരു വീഡിയോ പിടിക്കാനാണ് നീ പോണത്. കൊറേ നാളായി വിലങ്ങുന്നെന്നും പറഞ്ഞിട്ട് ഒരുത്തി എന്നെ കബളിപ്പിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പോകാന്ന് പറഞ്ഞിട്ട് ഇതുവരെയും പോയിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ മുകളിൽ കയറുന്നു കഴിഞ്ഞാൽ തൃശ്ശൂരിന്റെ മൊത്തം വ്യൂ കാണാന്ന് കേട്ടിട്ടുണ്ട്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ നമ്മളെ പറ്റിച്ച ഒരുത്തിണ്ട്, അവർക്ക് വേണ്ടി സ്പെഷ്യൽ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യാണ്. വിലങ്ങുന്ന് യാത്ര വഴി അറിഞ്ഞൂടാട്ടാ, ചോദിച്ചു പോവാ. മോഹൻലാല് പറഞ്ഞ പോലെ നമുക്ക് ചോദിച്ചു പോവാം. അയ്യന്റെ അമ്മ ചേട്ടൻ ചോദിച്ചിട്ട് പോയാ കറക്റ്റ് വഴി കിട്ടി മക്കളെ. അവിടെ പോയിട്ട് നമുക്ക് തൃശ്ശൂരിന്റെ വ്യൂ ഒക്കെ കാണിച്ചു കൊടുക്കാം. ഇല്ല, അതൊക്കെ കാണിച്ചു കൊടുക്കേണ്ടത്, വണ്ടി ഓടിക്കുന്നല്ലോ കാണിച്ചു കൊടുക്കേണ്ടത്. അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം മനസ്സിലായില്ലേ? എന്നോട് വീഡിയോ നിർത്താനാണ് പറയണത്. തൃശ്ശൂരിന്റെ ഒത്ത നടുക്കുള്ള ഒരു സ്ഥലമാണിത്. നമ്മള് ഇത് കാണുമ്പോ വിചാരിക്കും വേറെ എവിടെയോ ലോങ് പോയിട്ട് വരുന്ന ഒരു പ്രതീതി നമുക്ക് തോന്നും. ഇതിനു മുമ്പ് പോയിട്ടുണ്ട് വിലങ്ങുന്നിലേക്ക്? കുറെ വട്ടം പോയിട്ടുണ്ട്, ഞാൻ പോയിട്ടുണ്ട്. ഇവിടെയാണ് കേട്ടോ വിലങ്ങുന്ന്. ടിക്കറ്റ് കൗണ്ടറാണ് ഈ കാണുന്നത്. ടിക്കറ്റ് കൗണ്ടർ ആൾക്കാരുണ്ട് കണ്ടോ, നോക്കിയേ ആ വഴി കാണിച്ചു കൊടുത്തേക്ക്. ഒരു തൃശ്ശൂർ ഒത്ത നടുക്കുള്ള ഒരു സ്ഥലമാണ് ഈ പ്രോപ്പറായിട്ടുള്ള ഒരു ടൗണിന്റെ നടുക്കിലുള്ളൊരു സ്ഥലമാണ് വിലങ്ങുന്ന്. നമ്മളിത് മറ്റ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ പോണ പോലത്തെ ഒരു പ്രതീതി നമുക്ക് തോന്നി. അങ്ങോട്ട് കാണിക്കും വഴി കണ്ട. ഇവിടെ കൂടുതലും കോളേജ് പിള്ളേരൊക്കെ വന്നെന്ന് കേട്ടിട്ടുണ്ട്. ആദ്യമൊക്കെ കോളേജ് പിള്ളേരുകളായിരുന്നു, ഇപ്പൊ അങ്ങനെ ഒന്നുമില്ലല്ലോ. ഇപ്പൊ നമ്മുടെ കാലം മാറിയില്ലേ, കാലം മാറുന്നതനുസരിച്ച് കോലവും മാറും. ഇപ്പൊ കോളേജ് പിള്ളേരോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലുള്ള ആൾക്കാർ എവിടെ ഇല്ലാത്ത എല്ലായിടത്തും ഉണ്ട്. അതൊരു തെറ്റല്ലല്ലോ, എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അതൊരു തെറ്റല്ല, എൻജോയ്മെന്റ് ആണ്. അത് നോക്കി കാണുന്ന കണ്ണുകള് എങ്ങനെ ഇരിക്കും അതേപോലെ ഇരിക്കും. ഇതിനെ പിടിച്ചു മാറ്റുവോ? ഇതിപ്പോ വണ്ടി പോകാൻ പറ്റാത്ത അവസ്ഥയായി, കണ്ടില്ലേ? തൃശ്ശൂര് നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് കാണാട്ടോ. തൃശ്ശൂരും മാത്രല്ല അത്യാവശ്യം നമ്മളൊരു കുന്നിന്റെ മുകളിലേക്ക് പോണല്ലേ. ഇങ്ങോട്ട് നോക്കൂ, വെയില് ഇതിന്റെ ഉള്ളിലേക്ക് കടന്നു വരാത്ത പോലെ അല്ലേ? അത്രയും മരങ്ങളും. അതേ പറഞ്ഞ തൃശ്ശൂരിന്റെ ഒത്ത നടുക്കുള്ള ഒരു സ്ഥലം കണ്ടാ തോന്നുന്നു തൃശ്ശൂരാണെന്ന്. ഇതിപ്പോ നമ്മളെന്തോ മൂന്നാറോ അങ്ങനെ എന്തോ പോയ ഒരു പ്രതീതി പോലെ ഉണ്ട്. നെല്ലിയാമ്പതി, മലക്കപ്പാറയൊക്കെ പോണ വഴി പോലെ ഉണ്ട്. എന്റെ മുഖം, എന്റെ ഉടൽ, എന്റെതല്ല. താഴത്തെ വ്യൂ കാണിച്ചു തരാം, അതാണ് കാണേണ്ടത്. ഈ വിലങ്ങുന്നിന്റെ മുകളിലേക്ക് കറങ്ങി ദൂരം കുറച്ചുണ്ട്. കാണുമ്പോ ശരിക്കും പെട്ടെന്ന് എത്തുന്നു, പക്ഷെ റോഡിടിച്ച് മുകളിലേക്ക് എത്തണ്ടേ, ദൂരണ്ട്. ഈ വണ്ടി എന്തത് കംപ്ലൈന്റ് ആയിട്ട് കൊടുക്കണോ? അല്ല, നമ്മൾ പോവാൻ വെയിറ്റ് ചെയ്ത് നിൽക്കണം. കറങ്ങി ദൂരം കുറച്ചുണ്ട്.
വീലങ്ങംകുന്ന് എന്ന് പറഞ്ഞപ്പോൾ ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടാ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഞാൻ ആർക്ക് വേണ്ടി പേര് ഞാൻ പറയൂല. എൻ്റെ കൂടെ കുറച്ച് നാൾ ഒരുത്തി നടന്നുണ്ടായിരുന്നു, അവൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇവളെന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ സ്ഥലമായിരുന്നത്. പക്ഷെ നമ്മൾ ബസ്സിന് വന്നാൽ ഈ വഴിയിലേക്ക് എത്താൻ ബുദ്ധിമുട്ടാണോ? വണ്ടിയിലുണ്ട്. എത്ര ദൂരം നടക്കണമല്ലേ? ഏകദേശം നമ്മൾ എത്താറായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. എത്തി മക്കളെ. ഇതിനു മുമ്പ് എത്ര തവണ ഇവിടെ വന്നിട്ടുണ്ട്? കൂടെ ആരായിരുന്നു? ഗേൾഫ്രണ്ട് ആണോ? അപ്പോൾ താഴെയല്ല ടിക്കറ്റ് കൗണ്ടർ, ഇവിടെയാണ്. ഇനി ഇതിൻ്റെ ടിക്കറ്റിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ആദ്യം പോയിട്ട് മുതലാളി ടിക്കറ്റ് എടുക്കട്ടെ. അപ്പോൾ ഇതാണ് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. ഇവിടെ നിങ്ങൾ കയ്യിൽ കാശ് കരുതണം. ഗൂഗിൾ പേ ഇവിടെ വർക്കിംഗ് അല്ല. അപ്പോൾ ഇവിടെ ടിക്കറ്റ് ചാർജ് വരുന്നത് മുതിർന്നവർക്ക് 20, കുട്ടികൾക്ക് 5, 10 അങ്ങനെയൊക്കെയാണ്. പിന്നെ 2 വീലർ പാർക്കിങ്ങിന് 10 രൂപ, കാറ് ജീപ്പ് 20 അങ്ങനെയൊക്കെയാണ്. പക്ഷെ നിങ്ങൾ കയ്യിൽ കാശ് കരുതണം. ഗൂഗിൾ പേ ഇവിടെ എടുക്കൂല. കാശില്ലാത്ത കാരണം ഞങ്ങൾ പെട്ടു ഗൈസ്. ടിക്കറ്റ് കിട്ടി, അത് ഞങ്ങൾ ഒപ്പിച്ചു. തൃശ്ശൂർ വരുമ്പോ കാണാൻ പറ്റിയൊരു നല്ലൊരു സ്ഥലമാണ് തൃശ്ശൂർ ടൗണിൽ നിന്ന് ഒരു കൂടി വന്നൊരു 3 കിലോമീറ്റർ മാക്സിമം അതിനുള്ളിലാണ് ഈ സംഭവം. അപ്പൊ ഇത് കാണാൻ പറ്റിയ ഒരു പ്രകൃതി രമണീയാണ്. പ്രകൃതി രമണീയമാണ്. പ്രകൃതി അമ്മയാണ്, രമണിയല്ല. കാശില്ലാണ്ട് ടൂർ അടിക്കാൻ വന്ന 2 പേരാണ്. നീ എന്താടാ പൈസ എടുക്കാഞ്ഞത്? ഇപ്പൊ എല്ലാതും ഗൂഗിൾ പേ അല്ലേ. ഇപ്പൊ വീലങ്ങൻകുന്നിന്റെ എൻട്രൻസ് ആണ് നിങ്ങൾ കണ്ടത്. ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട്. ഒട്ടകത്തിന്റെ പുറത്ത് കേട്ട് ഫോട്ടോ എടുക്കാമല്ലോ. ഒട്ടകുണ്ട്. കൊറേ നാളായിട്ട് ഞാൻ ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇതുവരെയും വന്നില്ല. റീൽ എടുക്കാനുള്ള കുറച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ വണ്ടി പാർക്ക് ചെയ്യട്ടെ, എന്നിട്ട് ബാക്കി. ഒന്നും കാണാൻ പറ്റണേ. പക്ഷെ ഒന്നും ക്ലിയർ അല്ല. ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ വിലങ്ങൻകുന്നിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ്, വ്യൂ ആണ് ഈ കാണുന്നത്. ഇത് ഏതായിരിക്കും സ്ഥലം? ആ കാണുന്നതേ പെട്ടെന്ന് വല്ല പുഴയോ ഒക്കെയാണെന്ന് വിചാരിക്കും, പക്ഷെ അത് പാടങ്ങളാണല്ലേ. അപ്പൊ വെലങ്ങൻകുന്നിന്റെ വ്യൂ പോയിന്റ് ആണ് ആ കാണുന്നത്. ക്യാമറ കണ്ട അവന് ഓടും സത്യം. അപ്പം അവൻ്റെ വായയിൽ ഉണ്ടംപൊരിയാണ്, പഴംപൊരി. പാട് ലവ് ബേർഡ്സ് വരുന്നുണ്ട്. നമ്മൾ പിന്നെ ലവ് ബേർഡ്സ് അല്ലാത്തത് കൊണ്ട് നമുക്ക് കുഴപ്പമില്ല.
എൻ്റെ ബാക്കിൽ കാണുന്നതാണ് കേട്ടോ വെലങ്ങൻകുന്നിൻ്റെ സ്റ്റേഡിയം എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ഒച്ച വെച്ച് കഴിഞ്ഞാൽ എക്കോ ഉണ്ട് ഇവിടെ. ഇപ്പോൾ എക്കോ ഇല്ല, കുറച്ച് മുമ്പ് ഞങ്ങൾ സംസാരിച്ചപ്പോൾ എക്കോ വന്നായിരുന്നു. ഇരട്ടിച്ച് കേൾക്കും നമ്മുടെ സൗണ്ട്. ഇതുണ്ടോ, ഇതാണ് വെലങ്ങൻകുന്നിലുള്ള സ്റ്റേഡിയം എന്ന് പറയുന്നത്. പണ്ട് ഇവിടെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇവിടെ ശോകാണ്, ഒന്നുമില്ല. വീഴല്ലേ. ഇവിടെ എന്തെങ്കിലും പരിപാടികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടൂറിസ്റ്റ് കേന്ദ്രമായി മാറി കിട്ടുന്നത്. എന്തോരം പരിപാടികളും പ്രോഗ്രാമുകളും വെക്കാം, എത്ര പേർക്ക് കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അതേപോലെ കുറേ ഇതേപോലെ തൃശ്ശൂർ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഈ സ്ഥലങ്ങളൊക്കെ നമ്മുടെ ടൂറിസം വകുപ്പ് മന്ത്രിമാരൊക്കെ അതിനൊരു മുൻകൈ എടുത്ത് ഇതൊക്കെ ഒന്ന് സഞ്ചാരികളുടെ ഒഴുക്കായിരിക്കും ഈ ഭാഗത്ത് തൃശ്ശൂർ. അത്രയധികം സ്ഥലങ്ങൾ ഈ തൃശ്ശൂരുണ്ട്. പക്ഷെ നമ്മുടെ അധികാരികളുടെ ശ്രദ്ധയിൽ പെട്ട് ഇതൊക്കെ നന്നാക്കി എടുക്കണം. ഇപ്പം വിലങ്ങൻകുന്നിനോട് നമ്മൾ ടാറ്റ ബൈ ബൈ പറയാണ്. അപ്പോൾ ഒരു ടാറ്റ പറയൂ.